ഹലോ മൈ ഡിയേഴ്സ്, ആസ്വാദനക്കുറിപ്പിനെ കുറിച്ചുള്ള 4ാമത്തെ വീഡിയോ ആണിത്. 1ാമത്തെ വീഡിയോ എൻ്റെ പനിനീർ ചെടി എന്ന കവിതയാണ്. 2 ഊണിൻ്റെ മേളം, 3 എത്ര കിളിയുടെ പാട്ടറിയാം എന്ന കവിത. ഈ ഒരു വീഡിയോയിൽ ഓമനയുടെ ഓണം എന്ന കവിതയ്ക്കാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്നത്. നോക്കാം. ഒരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ പ്രധാനമായും 7 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഇത് മുൻ വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടി ഓർമ്മിക്കാൻ വേണ്ടി പറയുന്നതാണ്. ആദ്യം തന്നെ കവിതയുടെ പേര്, കവിയുടെ പേര്, ഏത് കൃതി എന്നിവ പരിചയപ്പെടുത്തുക. തുടർന്നുള്ള പാരഗ്രാഫിൽ കവിതയുടെ പ്രമേയം, കവിതയുടെ ആശയം എന്നിവ ഉൾപ്പെടുത്താം. പിന്നീട് ഇഷ്ടപ്പെട്ട വരി, ഇഷ്ടപ്പെടാനുള്ള കാരണം എന്നിവ വ്യക്തമാക്കുന്ന രീതിയിൽ വിശദീകരിക്കുക. പദങ്ങളും പദപ്രയോഗങ്ങളും, പ്രത്യേകമായുള്ള പദങ്ങൾ, പദപ്രയോഗങ്ങൾ എന്നിവ ഒന്ന് എടുത്ത് പറയുക, വിശദീകരിക്കുക. അപ്പോൾ തന്നെ നല്ലൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാവും. മഞ്ഞക്കോടിയുമായെന്നച്ഛൻ പൊന്നോണത്തിനു വരുമല്ലോ, കരിമുകിൽ മൂടിയ വിണ്ണിൽ വെളിച്ചം കാവടി തുള്ളിയണഞ്ഞല്ലോ, മുറ്റം ചെത്തി വേടിപ്പാക്കേണം, പുത്തൻ പൂക്കളമെഴുതേണം, ഓണത്തപ്പനെ ഒത്ത നടുക്കായി ചാണം മെഴുകിയിരുത്തേണം, മഞ്ഞപ്പുടവയുടുക്കുമ്പോഴൻ ഭംഗി പറഞ്ഞാൽ തീരില്ല, തങ്കച്ചിറകു വിരുത്തി വരും ചെറു തുമ്പിക്കിത്രയുമഴകില്ല, മുത്തുക്കുട പൊന്നാണെന്നാലും മുക്കുറ്റിക്ക് ഗമയില്ല, കോളാമ്പിപ്പൂ ചാർത്തിടുമോണക്കോടിയും ഇതിനോടു പറ്റില്ല, മടിയിലിരുത്തി കുഞ്ഞിക്കൈകളിൽ ഉരുളയുരുട്ടിത്തരുമച്ചൻ, കായ വറുത്തതു ഭരണിയിലാക്കി കലവറയിൽ വച്ചമ്മൂമ്മ, ഓണസദ്യയതോർക്കുന്നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം, മാമൻ കെട്ടിത്തരുമല്ലോ കിളിമാവിൻ കൊമ്പിൽ പൊന്നൂഞ്ഞാൽ, പഠിച്ച പാട്ടുകളെല്ലാം അപ്പോൾ പാടാൻ ഓർമ്മയിൽ വെക്കേണം, തൊട്ടാവാടിത്തൊടിയിൽ കിളിയാന്തട്ട് കളിച്ചു തകർക്കേണം, ശർക്കര മാവിൻ ചോട്ടിലൊരോമൽ പച്ചില മെത്ത വിരിക്കേണം, മെത്തയിലങ്ങനെ ചാഞ്ഞു കിടന്നൊരു മുത്തശ്ശിക്കഥ കേൾക്കേണം, മെത്തയിലങ്ങനെ ചാഞ്ഞു കിടന്നൊരു മുത്തശ്ശിക്കഥ കേൾക്കേണം. ഏറ്റുമാനൂർ സോമദാസൻ. ഏറ്റുമാനൂർ സോമദാസന്റെ കവിതകൾ. ഓമനയുടെ ഓണം ആസ്വാദനക്കുറിപ്പ്. പ്രശസ്ത കവി ഏറ്റുമാനൂർ സോമദാസന്റെ വളരെ മനോഹരമായ കവിതയാണ് ഓമനയുടെ ഓണം. ഓണമെത്തുമ്പോൾ ഓമന എന്ന കുട്ടി പുലർത്തുന്ന ആഗ്രഹങ്ങളും പ്രതീക്ഷകളുമാണ് ഏറെ സ്വാഭാവികതയോടെ ഇവിടെ വർണ്ണിക്കുന്നത്. ഓണക്കോടിയുമായി അച്ഛൻ വീട്ടിലേക്ക് വരുന്നതാണ് ഓമനയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സന്തോഷം. അതോർക്കുമ്പോൾ കർക്കിടകത്തിലെ കാർമേഘങ്ങൾ മൂടിയ ആകാശത്ത് വെളിച്ചം കാവടിയേന്തി എത്തും പോലെയാണ് ഓമനയുടെ മനസ്സെന്നാണ് കവി പറയുന്നത്. ഓണത്തെ വരവേൽക്കാൻ മുറ്റം ചെത്തിയൊരുക്കി പൂക്കളമിട്ട് ചാണകം മെഴുകി ഓണത്തപ്പനെ പ്രതിഷ്ഠിക്കുന്നതിന് ഓമന ആഹ്ലാദത്തോടെ തയ്യാറെടുക്കുന്നു. മഞ്ഞ നിറത്തിലുള്ള ഓണക്കോടി അണിയുമ്പോൾ തൻ്റെ സൗന്ദര്യം വർണ്ണനാതീതമായിരിക്കുമെന്നും തങ്കച്ചിറകുള്ള തുമ്പികൾക്കു പോലും അത്രയും അഴകുണ്ടാകില്ലെന്നും ഓമന അഭിമാനം കൊള്ളുന്നു. പൊൻനിറമുള്ള മുത്തുക്കുടയേന്തി നിൽക്കുന്ന മുക്കുറ്റിയും കോളാമ്പിപ്പൂവും ചാർത്തിയ പ്രകൃതിയുടെ ഓണപ്പുടവയും അവളുടെ അഴകിനൊപ്പം എത്തുകയില്ലത്രേ. അച്ഛൻ മടിയിലിരുത്തി ഊട്ടുന്നതും അമ്മൂമ്മ കലവറയിൽ കായ വറുത്തത് കരുതി വയ്ക്കുന്നതും ഓമനയെ കൊതിപ്പിക്കുന്ന ആഗ്രഹങ്ങളാണ്. വിഭവസമൃദ്ധമായ ഓണസദ്യയെക്കുറിച്ച് പറയാനുമില്ല. ഓണക്കാലത്തെക്കുറിച്ചും ഓണക്കാലത്ത് കുട്ടികളുടെ മനസ്സിൽ ഉണ്ടാകുന്ന സന്തോഷത്തെക്കുറിച്ചും വളരെ മനോഹരമായി തന്നെ കവിതയിൽ വർണ്ണിക്കാൻ കവിക്ക് സാധിച്ചിട്ടുണ്ട്. കവിതയ്ക്ക് നല്ല താളഭംഗിയും ശബ്ദഭംഗിയുമുണ്ട്. മുത്തുക്കുട പൊന്നാണെന്നാലും മുക്കുറ്റിക്ക് ഗമയില്ല, കായ വറുത്തത് ഭരണിയിലാക്കി കലവറയിൽ വച്ച അമ്മൂമ്മ തുടങ്ങിയ വരികൾ ഇതിനുദാഹരണങ്ങളാണ്. കവിതയിലെ ഓമന എല്ലാ കുട്ടികളെയും പ്രതിനിധാനം ചെയ്യുന്നു. ഓണസദ്യയോർക്കുന്നേരം നാവിൽ കൊതിയുടെ പെരുവെള്ളം ഒഴുകുന്നത് കുട്ടിത്തത്തിലൂടെ തന്നെ കവി അവതരിപ്പിക്കുന്നു. മടിയിലിരുത്തി ഉരുളയുരുട്ടിത്തരുന്ന അച്ഛൻ,
മാവിൻ ചില്ലയിൽ മാമൻ കെട്ടിക്കൊടുക്കുന്ന ഊഞ്ഞാലാടുമ്പോൾ പഠിച്ചുവച്ച ഓണപ്പാട്ടുകൾ ഓർത്തുപാടണമെന്നും തൊട്ടാവാടിത്തൊടിയിൽ കിളിത്തട്ടു കളിച്ച് രസിക്കണമെന്നും പച്ചിലമെത്തയിൽ ചാഞ്ഞുകിടന്ന് ഒരു മുത്തശ്ശിക്കഥ കേൾക്കണമെന്നും ഓമന ആഗ്രഹിക്കുന്നു. ഓമനയുടെ ഓണക്കാലത്തെക്കുറിച്ചുള്ള ആഗ്രഹങ്ങളും പ്രതീക്ഷകളും സ്വപ്നങ്ങളുമെല്ലാം കവിത വായിക്കുന്ന നമ്മെയും ഓണക്കാലത്തെ ഓർമ്മകളിലേക്ക് കൊണ്ടുപോകുന്നു. മടിയിലിരുത്തി കുഞ്ഞിക്കൈകളിൽ ഉരുളയുരുട്ടി തരുമച്ചൻ, കായ വറുത്തതു ഭരണിയിലാക്കി കലവറയിൽ വച്ച അമ്മൂമ്മ. ഈ വരികളാണ് എനിക്ക് ഇഷ്ടപ്പെട്ട വരികൾ. അച്ഛൻ്റെ വാത്സല്യവും അമ്മൂമ്മയുടെ സ്നേഹവും കരുതലും ഈ വരികളിലുണ്ട്.